ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് പള്ളിയിൽ പോവാട്ടോ. നമ്മൾ ഓസ്ട്രേലിയയിൽ വന്നിട്ട് ആദ്യമായിട്ടാട്ടോ ഇവിടുത്തെ ചർച്ചിൽ പോകുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കര മലയാളി ചർച്ചാണ്, വലിയ പാരിഷാണെന്നാണ് കേട്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊന്ന് നമുക്ക് വണ്ടിയൊന്നുമില്ല, അപ്പോൾ നമ്മൾ ബസ്സൊക്കെ പിടിച്ച് കുറച്ച് ദൂരമുണ്ട്. ബസ് ഇറങ്ങി കുറച്ച് നേരം നടക്കണം. അപ്പോൾ നമ്മൾ മാപ്പൊക്കെ ഇട്ട് അങ്ങനെയാട്ടോ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളും കുറച്ച് കാണാം അങ്ങനെ. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയായിട്ട് നമ്മൾ റെഡിയായി പള്ളിയിൽ പോവാണ്. അപ്പം ഇനി പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ ഇടയ്ക്ക് വെച്ച് പറയാം. ഈ സ്ട്രീറ്റിൻ്റെ വോളൊക്കെ കണ്ട് എന്ത് രസമുണ്ട്, നല്ല പെയിൻറ്റിങ്സാണ്. നോക്കൂ, നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. വളരെ നീറ്റായിട്ട് അവരതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ സൺഡേ ആയതുകൊണ്ട് ഇന്ന് ഒത്തിരി തിരക്കൊന്നുമില്ല. ഇതാട്ടോ ഇവിടുത്തെ ബസ് സ്റ്റോപ്പുകൾ. നമ്മളിങ്ങനെ ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ബസ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് നമ്മൾ ബസ്സിൽ കയറി കേട്ടോ. ഇതിൽ 10 മിനിറ്റ് ദൂരമുണ്ട് ബസ്സിൽ പോകാനായിട്ട്. ബസ് ഇറങ്ങിയിട്ട് പിന്നെ നമുക്കൊരു 17 മിനിറ്റ് നടക്കാനുണ്ട്. നമുക്ക് കാറുണ്ടെങ്കിൽ വെറും ഒരു 8 മിനിറ്റ് അങ്ങോട്ട് ഉള്ളൂ നമ്മൾ താമസിക്കുന്നതൊന്ന് പള്ളിയിൽ പോകാൻ. പക്ഷെ നമുക്ക് വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ബസ്സൊക്കെ പിടിച്ച് പിന്നെ കുറച്ച് നടക്കണം. നമ്മൾ ബസ്സിലിപ്പോൾ കയറി. ഉള്ളത് ആൾക്കാരൊന്നുമില്ല, സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഇങ്ങനെയാട്ടോ അവിടുത്തെ ബസ്സിൻ്റെ ഉൾഭാഗം. നമ്മളിവിടെ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഇതിലാട്ടോ ടാപ്പ് ചെയ്യുന്നത്. ഇത് ടാപ്പ് ഓൺ മെഷീൻ കേട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ കണ്ടക്ടറൊന്നുമില്ല. നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മളിതിൽ ഫോൺ വെച്ചിട്ട് അല്ലെങ്കിൽ ATM കാർഡ് വെച്ചിട്ട് നമുക്ക് ടാപ്പ് ചെയ്യാം. ഇറങ്ങുമ്പോൾ ടാപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഡെബിറ്റ് ആയിക്കോളും. അങ്ങനെയാണ് ഇപ്പോൾ UK ഓസ്ട്രേലിയയിലൊക്കെ ആയാലും അങ്ങനെയായിട്ട് നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ. പിന്നെ അവിടെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമല്ലേ. ഇവിടെ ഒരു അഴുക്കോ ഒരു വേസ്റ്റോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അത്രയും നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് ഇവിടുത്തെ എല്ലാ സ്ട്രീറ്റും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് മോസ്റ്റ് ഓഫ് ദ ഡെവലപ്ഡ് കൺട്രീസും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. എന്ത് മനോഹരമായിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നോക്കൂ. പിന്നെ ഇവിടെ കണ്ടോ നിറച്ച് മരങ്ങളുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മൾ കാണുന്നത് യൂക്കാലിപ്റ്റസിൻ്റെ മരങ്ങളാട്ടോ. ഒത്തിരി ഉണ്ട്. ഞങ്ങളിപ്പോൾ എവിടെയൊക്കെ പോയി അവിടെയെല്ലാം ഈ മരങ്ങളാണ് നിറച്ച്. നല്ല സ്മെല്ലാണ്, പിന്നെ കാണാനും നല്ല രസമാണ്. ഒത്തിരി ഉണ്ട്, നിറച്ച് ഈ മരങ്ങളാട്ടോ. എല്ലാ സ്ഥലങ്ങളിലും ഈ മരങ്ങളുണ്ട്. അതിപ്പോൾ ഒരുപാട് പഴയ പ്ലാന്റുകളുള്ള സ്ഥലത്ത് അതിൻ്റെ അടുത്ത് തന്നെ അവർ പുതിയ ചെറിയ ചെറിയ തൈകൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഇത് നശിച്ചു തുടങ്ങുമ്പോഴത്തേനും ആ സ്ഥലം റീപ്ലേസ് ചെയ്യാനായിട്ട് അവർ ഓൾറെഡി ഇവിടുത്തെ ഗവൺമെൻറ് പുതിയ പ്ലാന്റ്സ് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഭയങ്കര ക്വയറ്റായിട്ടുള്ളൊരു ഏരിയയാണ്. പിന്നെന്താ, നമ്മളിങ്ങനെ മാപ്പൊക്കെ ഇട്ട് വഴി തപ്പി പോവാട്ടോ. ഈ പക്ഷികളുടെയൊക്കെ ശബ്ദം കേൾക്കാട്ടോ. കണ്ടോ, ഇവിടെ ഒരു തരം തത്തയാണിത് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ കഴുത്ത് കണ്ടു, റെഡ് കളറാണ്. ഇങ്ങനത്തെ ഒരു പക്ഷീനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഈ കളർ കോമ്പിനേഷനിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളിതിനെ ഇവിടുത്തെ ഓസ്ട്രേലിയൻ തത്ത എന്നാണ് വിളിക്കുന്നത്. ശരിക്കുള്ള പേരൊന്നും നമുക്കറിയില്ല കേട്ടോ. പക്ഷെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇപ്പോൾ നമ്മളിതേ പള്ളിയിൽ എത്താറായിട്ടോ. ആ കാണുന്നതാട്ടോ പള്ളി അവിടെ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ കാത്തലിക് ചർച്ച്. 9:15 കുർബാന. അപ്പം നമ്മൾ നടക്കുവാണ്. നമ്മളതിനെ കറക്റ്റായിട്ട് ഗൂഗിളും വെച്ച് കറക്റ്റ് സ്പോട്ടിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നല്ല ബ്യൂട്ടിഫുള്ളാട്ടോ, കാണാൻ നല്ല രസമുണ്ട്. നല്ലൊരു വെതറാട്ടോ ഇവിടെ. ഭയങ്കര ഒരു ഹാപ്പിനെസ് ഒക്കെ ഫീൽ ചെയ്യും. നമ്മൾ പള്ളിയിലെത്തിയിട്ടോ. ഇതാണ് പള്ളി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാട്ടോ. നമ്മൾ പിക്ചറിലൊക്കെ കാണുന്ന പോലെ അത്രയും ഭംഗിയുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. നമ്മളുടെ കുഞ്ഞൊരു വ്ളോഗ് ഇവിടെ അവസാനിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.